ഞാനുണ്ട് ഈട. എന്നാ പറയ്, വേഗം പറയ്. ഇന്നലത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്? എന്താടോ പറഞ്ഞത്, ഒന്ന് പറയ് വേഗം. മറ്റേ പാസിംഗ് ത്രൂ ഒറിജിൻ അതെല്ലാം. അതെല്ലാം. അതെന്തായിരുന്നു? ഏത് ഏത് മാപ്പിനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞത്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കർണ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z അല്ലേന്നാ? ആ ഇൻവേഴ്സ് മാപ്പിനെ കുറിച്ചല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ. പിന്നെയോ, ഫിക്സ്ഡ് പോയിന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? ആവശ്യണ്ടായിന്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു എന്താ ട്രാൻസ്ഫർമേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താ ട്രാൻസ്ഫർമേഷൻ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്ഫർമേഷനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തറിയാം? ഒമേഗ എന്ന് പറയുന്നത് സൈൻ സെഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നതിന് എന്തുണ്ട്? ഒരു കാർട്ടീഷ്യൻ ഫോം ഉണ്ടായിരുന്നു അല്ലെ? എന്താ അതിന്റെ റിയൽ പാർട്ട് യുയും ഇമാജിനറി പാർട്ട് വിയും ആയിട്ട് ഒമേഗ ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല എല്ലാവർക്കും അത്? ഓർമ്മയില്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. അപ്പം ഒമേഗക്ക് ഞാൻ എന്ത് കൊടുത്തു? യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്തു. പിന്നെ എന്താ, സെഡ് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് നമ്പറിന് എന്തുണ്ട്? അതിന് ഒരു കാർട്ടീഷ്യൻ ഫോം ഉണ്ട്. അതായിരുന്നു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് ഐ വൈ എന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നോക്കിയട്ടെ. അപ്പം യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ സൈൻ എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്താ, സം ഫംഗ്ഷൻ ഓഫ് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിയിട്ട് യു വേറെ തന്നെ വി വേറെ തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തറിയാം? ഒരു റിസൾട്ട് അറിയാം. സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞ നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, ഇവിടെ സൈൻ എക്സ് പ്ലസ് ഐ വൈ ആ ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? സൈൻ ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും പിന്നെയോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഐ വൈയോ ഉള്ളത്. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, സൈൻ എക്ക് പകരം സൈൻ എക്സ്, കോസ് ബിക്ക് പകരം കോസ് ഐ വൈ, പിന്നെയോ പ്ലസ് കോസ് എക്ക് പകരം കോസ് എക്സ്, സൈൻ ബിക്ക് പകരം സൈൻ ഐ വൈ. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ജസ്റ്റ് എന്താ, നമ്മൾ അതിനൊന്ന് സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ഒരു ഫോം യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തേ ഉള്ളൂ. അതെല്ലാവർക്കും ക്ലിയർ തന്നെയല്ലേ? അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ? ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയാ, ഇവിടെ ഞാൻ ബോക്സിന്റെ അകത്ത് രണ്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ റിസൾട്ട് പറയുന്നത്? കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈക്ക് ഈക്വൽ ആണ്. അതായത് നമ്മൾ കോസ് ഓഫ് ഐ വൈ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷനായ കോസ് എച്ച് വൈക്ക് ഈക്വലും സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഹൈപ്പർബോളിക് ഫംഗ്ഷനായ സൈൻ എച്ച് വൈക്ക് ഈക്വൽ ആയിരിക്കും. കോസ് ഐ വൈ ഈക്വൽ ടു കോസ് എച്ച് വൈയും സൈൻ ഐ വൈ ഈക്വൽ ടു ഐ സൈൻ എച്ച് വൈയും. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഒന്നുമില്ല, സീനില്ല. പിന്നെ നോക്കിയപ്പം കോസ് ഐ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? കോസ് എച്ച് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതാ ഇവിടെ കോസ് ഐ വൈ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? കോസ് എച്ച് വൈ കൊടുത്തു. പിന്നെയോ സൈൻ ഐ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ ഇവിടെ ഐ സൈൻ എച്ച് വൈയും കൊടുത്തു. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് എന്ത് കോസ് ഐ വൈന്റെയും സൈൻ ഐ വൈന്റെയും നമുക്ക് എന്താ പറയാ വേണ്ടുന്ന രീതിയിലുള്ള ആ ഒരു ഫോമിന്റെ അകത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കോസ് എച്ച് വൈയും ഐ സൈൻ എച്ച് വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോക്കിയാ, സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഐ സൈൻ എച്ച് വൈ. അതായത് ഐ എന്ന് പറഞ്ഞ ടേമിന് നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ. അതായത് നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും കിട്ടി. റിയൽ പാർട്ട് എന്ന് പറയുന്നത് യു ആണ്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് വി ആണ്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് യു എന്ന് പറയുന്നത് സൈൻ
എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് കിട്ടി. വി എന്ന് പറയുന്നത് എന്താ, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്നും കിട്ടി. ഇത്രയും കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പറഞ്ഞു പോയത്. പറഞ്ഞതിൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്, നമ്മൾ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാപ്പ് എങ്ങനെയാണ് ആ ഒരു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഇമേജിൽ നിന്ന് മറ്റൊരു ഇമേജിന്റെ അകത്തേക്ക് മാറ്റുന്നതിലെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായത്, ഒന്ന് ഹൊറിസോണ്ടൽ ലൈനും പിന്നെ ഒന്ന് വെർട്ടിക്കൽ ലൈനും. അപ്പം ഇവിടെയും അതേ കേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു സൈൻ സെറ്റ് എന്ന് പറഞ്ഞ മാപ്പിന്റെ ആ ഒരു ഇമേജ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ മെത്തേഡ് ആ ഒരു മാപ്പിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, കേസ് 1 ആയിട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു സം എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഇത് എന്താണ്, ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആണ്. നിങ്ങളിപ്പം എക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ അത്, 1ന്റെ അകത്തേക്ക് കൂടി താഴോട്ടേക്ക് പാസ് ചെയ്യുന്ന എന്താ അത്, ഒരു വെർട്ടിക്കൽ ലൈൻ ആണ്. അതുപോലെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2ലേക്ക് കൂടി കടന്നു പോകുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ആണ്. 3യിലേക്ക് കൂടി കടന്നു പോകുന്ന വെർട്ടിക്കൽ ലൈൻ ആണ്. എക്ക് 3 കൊടുത്താൽ അങ്ങനെ അങ്ങനെ വരും. അതായത് ഇത്രയേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ആയിട്ടുള്ള എന്താണ്, വെർട്ടിക്കൽ ലൈൻ ആണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു വെർട്ടിക്കൽ ലൈന് കൺസിഡർ ചെയ്യുന്നത് സെഡ് പ്ലെയിൻ്റെ അകത്ത്. എന്നിട്ടോ അതിന്റെ ഇമേജ് എന്താ വരുന്നത്, ഈ ഒരു സൈൻ സെഡ് എന്ന് പറയുന്ന മാപ്പിലൂടെ കടന്നു പോകുമ്പം എന്ത് ഇമേജാ കിട്ടുന്നത് നോക്കുക. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന വാല്യൂ ഇനി എനിക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ഇവിടെ ഈ യുവിൻ്റെ അകത്തും വിൻ്റെ അകത്തും എവിടെയാണോ എക്സ് ഉള്ളത് അവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഈ യുവിൻ്റെ അകത്തും വിൻ്റെ അകത്തും എവിടെ എക്സ് ഉള്ളത്, ഇതാ ഇവിടെ ഒരു എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് കൊടുത്തു. അപ്പൊ എന്റെ യുയും വിയും എന്തായി, യു ഇസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് എച്ച് വൈ എന്നും കിട്ടി. വി എന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു സൈൻ എച്ച് വൈ എന്നും കിട്ടി. അപ്പം നമുക്കറിയാം ഈ സൈൻ എയും കോസ് എയും എന്താ, ഒരു കോൺസ്റ്റന്റ് ആണല്ലേ, ഒരു കോൺസ്റ്റന്റ് ടേം ആയിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുക. എന്താ, സൈൻ 90 എന്താ അത്, സൈൻ 90 എന്ന് പറയുന്നത് 1, കോസ് 90 എന്ന് പറയുന്നത് 0, സൈൻ 0 0, കോസ് 0 1. അപ്പം നമ്മൾ ഏതൊക്കെ കോൺസ്റ്റന്റുകൾ ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സൈനും കോസും, ഇപ്പം എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടില്ലേ ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പം സൈൻ എ എന്ന് പറഞ്ഞ എന്തായിരിക്കും, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോസ് എയും എന്തായിരിക്കും, അതും ഏതോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. എന്തായാലും അത് വേരിയബിൾ ആയിരിക്കില്ല, ഓരോരോ കോംപ്ലക്സ് നമ്പറിനനുസരിച്ച് അത് വേരിയബിൾ ആയിട്ട് അങ്ങ് മൂവ് ചെയ്ത് പോവില്ല. ജസ്റ്റ് അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. അപ്പൊ എന്താ ഞാൻ ചെയ്യുക, കോൺസ്റ്റന്റ് ടേമിനെല്ലാം ഒരു ഭാഗത്തേക്ക് കോൺസ്റ്റന്റ് ടേമിനെ വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. എന്താ സംഭവിച്ചത്, ആ യു എന്ന് പറഞ്ഞത് ഇപ്പൊ എനിക്ക് എന്താ ഉള്ളത്, യു ഇസ് ഈക്വൽ ടു ഇതാ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ട് യു ഇസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് എച്ച് വൈ. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് ത്രൂ ഔട്ട് സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, യു ബൈ ലെഫ്റ്റ് ഭാഗത്ത് യു ബൈ സൈൻ എ വരും, റൈറ്റ് ഭാഗത്ത് കോസ് എച്ച് വൈ വരും. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗം വി ബൈ കോസ് എ വരും, റൈറ്റ് ഭാഗം സൈൻ എച്ച് വൈയും വരും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനാണ് കിട്ടിയത്, യു ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് എച്ച് വൈ എന്നും വി ബൈ കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ എച്ച് വൈ എന്നും മറ്റു രണ്ട് ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇക്വേഷൻ കിട്ടിയത് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ, ഒന്ന് കമന്റ് ചെയ്ത് ആ ഇക്വേഷൻ കിട്ടിയത് ക്ലിയർ ആണോ എന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യേ, കുറച്ച് കുട്ടികൾ മാത്രം പറയല. ഓക്കെ. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1നെയും 2നെയും ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് സ്ക്വയർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, നമുക്ക് അതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പൊ നോക്കിയാ ആദ്യത്തെ ഇക്വേഷൻ 1നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി, യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എ പിന്നെയോ കോസ് സ്ക്വയർ എച്ച് വൈ. ഇക്വേഷൻ 1നെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എച്ച് വൈ. അതിനെ ഞാൻ ഇക്വേഷൻ 3 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത്. അതുപോലെ തന്നെ ഇക്വേഷൻ 2നെയും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വന്നത്, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എച്ച് വൈ. അപ്പൊ എനിക്ക്
ഇക്വേഷൻ 1നെ ഞാൻ 3യിലേക്കും മാറ്റി, 2നെ 4ന്റെ അകത്തേക്കും മാറ്റി. ഇനി ഞാൻ ആ 3നെയും 4നെയും ജസ്റ്റ് ഒന്ന് എന്താ സബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഭാഗത്തിനെ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുക, റൈറ്റ് ഭാഗത്തിനെ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ലെഫ്റ്റ് ഭാഗം എന്താ ഉള്ളത്? യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എയും ഉണ്ട്, വി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എയും ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ വന്നു. പിന്നെ റൈറ്റ് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോസ് സ്ക്വയർ എച്ച് വൈ ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എച്ച് വൈ ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുമ്പം കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൈറ്റ് ഭാഗത്ത് കിട്ടും. അപ്പൊ ഈ കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? അത് 1നോട് ഈക്വൽ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് 1 ആണ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? നമുക്കൊന്ന് നോക്കിക്കളയാം എന്തായാലും 1 ആണോ അല്ലയോ എന്ന്. എങ്ങനെയാ നോക്കുക? നമുക്കറിയാം e⁻y അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഉണ്ടാവുന്ന റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. സൈൻ എച്ച് വൈ ഈക്വൽ ടു e⁻y മൈനസ് e⁻−y ഡിവൈഡഡ് ബൈ 2ഉം കോസ് എച്ച് വൈ എന്ന് പറയുന്നത് e⁻y പ്ലസ് e⁻−y ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ നമുക്കിവിടെ എന്താ ഉള്ളത്? കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെയുള്ള ഈ സൈൻ എച്ച് വൈനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുക, അതുപോലെ തന്നെ കോസ് എച്ച് വൈനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുക. അതാണ് ഇവിടെ മാറ്റി എഴുതിയത്. നോക്കിയാട്ടെ, കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ ഈക്വൽ ടു എന്താ? കോസ് സ്ക്വയർ എച്ച് വൈക്ക് കോസ് എച്ച് വൈന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് e⁻y പ്ലസ് e⁻−y ഡിവൈഡഡ് ബൈ 2 ആണ്. പക്ഷെ നമുക്ക് ഇവിടെയുള്ള കോസ് സ്ക്വയർ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തു. പിന്നെയോ ഇവിടെ നെഗറ്റീവ്, അതായത് മൈനസ് ഉള്ളത്, അതിവിടെ ഞാൻ അങ്ങനെ കൊടുത്തു മൈനസ്. പിന്നെയോ സൈൻ എച്ച് വൈന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? e⁻y മൈനസ് e⁻−y ഡിവൈഡഡ് ബൈ 2 ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തു. എന്താ? e⁻y മൈനസ് e⁻−y ഡിവൈഡഡ് ബൈ 2. പിന്നെ എന്താ? ഇവിടെ സൈൻ സ്ക്വയർ എച്ച് വൈ എന്നുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു സ്ക്വയറിന്റെ റെപ്രസെന്റേഷൻ ആവശ്യമായിട്ട് വരും. അവിടെ എന്ത് കൊടുത്തു? ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്തത്? നോക്കിയാട്ടെ നിങ്ങൾ, ഇതെന്ത് ഫോമില ഉള്ളത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമില ഉള്ളത്. ഒരു 1/2ന്റെ ഒരു സ്ക്വയറും കൂടി ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പൊ രണ്ട് ടേമിന്റെ അകത്ത് എന്തുണ്ട്? 1/2ന്റെ സ്ക്വയർ ഉണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ത്രൂ ഔട്ട് 1/4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി മുകൾ ഭാഗത്ത് എന്താ ഉള്ളത്? e⁻y പ്ലസ് e⁻−y സ്ക്വയർ വരും. അതെന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇതോ e⁻y മൈനസ് e⁻−y ഹോൾ സ്ക്വയർ ആ വരിക. അതെന്താ? a മൈനസ് ബിനോട് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ എന്താ ഫോം നമുക്കറിയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്കറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? നോക്കിയാട്ടെ, ആദ്യം e⁻yന്റെ സ്ക്വയർ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? e⁻2y എന്ന് എഴുതാം. പിന്നെയോ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ e⁻y, പിന്നെയോ ബി എന്ന് പറയുന്നത് e⁻−y. അപ്പം 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ? ഇവിടെ e⁻−y ഹോൾ സ്ക്വയർ ആ വരുന്നത്. അപ്പൊ അതിനെ e⁻−2y എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ എന്താ എഴുതാം? ഇവിടെയും a മൈനസ് ബിന്റെ ഫോമിൽ എഴുതുമ്പം e⁻2y മൈനസ് 2 ഇൻറ്റു e⁻y ഇൻറ്റു e⁻−y പ്ലസ് e⁻−2y എന്ന് എഴുതാം. ഇത് നിങ്ങൾ നോക്കിയാട്ടെ, ഇതിനെ ജസ്റ്റ് ഈ നെഗറ്റീവിനെ ഞാനൊന്ന് പൊട്ടിച്ചെഴുതി, ഈ ബ്രാക്കറ്റെല്ലാം പൊട്ടിച്ച് മാറ്റി എഴുതിയിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ കോമൺ ആയിട്ട് എന്ത് വരും? e⁻2y കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ e⁻2y കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ e⁻−2y കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ e⁻−2y കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി നോക്കിയാട്ടെ, ഇവിടെ 2 ടൈംസ് e⁻y ഇൻറ്റു e⁻−y എന്നുള്ളത്, അതായത് e⁻a ഇൻറ്റു e⁻b എന്ന് പറയുന്ന ഫോം, അതെന്താ? e⁻a പ്ലസ് ബി ആണ്. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് e⁻a മൈനസ് ബി എന്ന് പറയുന്ന ഫോം വരും. അതായത് e⁻y മൈനസ് y വരും.
അപ്പൊ ഇ റേസ് ടു വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സീറോനോട് ഈക്വൽ ആണ്. ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇവിടെയുള്ള ഒരു ടേം എന്താണ്, 2 മാത്രം അവശേഷിക്കും. അതേ ടൈപ്പ് വേറൊരു ഇക്വേഷൻ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ എന്താവും, ഇ റേസ് ടു വൈ മൈനസ് വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു സീറോ, ദിസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ദിസ് ഇംപ്ലൈസ് ഇതെന്തായി മാറും, 2 എന്ന് മാത്രമായിട്ട് മാറും. അപ്പൊ മോൾ ഭാഗത്ത് എന്തുണ്ട്, ഒരു 2 + 2 ഉണ്ട്, ഡിനോമിനേറ്റർ ആയിട്ട് ഒരു 4 ഉണ്ട്. 2 + 2 എന്ന് പറയുന്നത് 4 ആണ് നമുക്കറിയാം. So 4 divided by 4 is equal to 1. That is cos square hy minus sin square hy is equal to 1. ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മളെ ഈ cos square hy minus sin square hy എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങള്. നിങ്ങൾ പിന്നെ അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. cos square hy minus sin square hy എന്ന് പറയുന്നത് 1 ആണ്. അത് എന്താ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പ്രൂഫ് പറഞ്ഞതേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് cos square hy minus sin square hy ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇത്? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, cos square hy minus sin square hy ഈക്വൽ ടു 1 കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ആ ഇക്വേഷൻ എന്തായി മാറി, u square by sin square a minus v square by cos square a is equal to 1 കിട്ടി. പിന്നെയോ നമുക്ക് എന്തറിയാം, x square by a square minus y square by b square ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളന്റെ ഇക്വേഷൻ ആണ് നമുക്കറിയാം. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോ കിട്ടിയത് എന്താ, നമ്മളെ ഈ എന്താ വേർട്ടിക്കൽ ലൈനുകൾ x ഈക്വൽ ടു a എന്ന് പറയുന്ന വേർട്ടിക്കൽ ലൈൻ ഏതിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അത് ഓരോരോ ഹൈപ്പർബോളകളിലകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഇവിടുത്തെ a എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ സ്ക്വയർ a വരും, അതുപോലെ തന്നെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് സ്ക്വയർ എയും വരും. ഓക്കെ അല്ലേ എല്ലാവർക്കും? x ഈക്വൽ ടു a എന്ന് പറയുന്ന ആ ഒരു വേർട്ടിക്കൽ ലൈനിനെ നമ്മളെ സൈൻ സെറ്റ് എന്ന് പറയുന്ന മാപ്പ് ഒരു ഹൈപ്പർബോളന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ ക്ലിയർ ആയിനോ അല്ലയോന്ന്? ക്ലിയർ ആയിനോ? എല്ലാരും ഒന്ന് പറയേ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി തന്നെ പറയാം എല്ലാരും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1 7 2 3. 2. നിങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. 3 4 ഇല്ല. 5 6 7 8 9 9 ഇല്ല. 10 9 ആരാ? 10 11 12 12 ഇല്ല. 13 14 15 15 ഇല്ല. 9ഉം 12ഉം 15ഉം ഇല്ല. 16 17 15 ഉണ്ടല്ലോ. കൃഷ്ണേന്ദുനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. 15 16 17 17 ഇല്ല. 18 19 20 21 22 സാരംഗ് 22 23 24 25 26 26 ഇല്ല. 27 28 29 30 31 32 33. പാരലൽ ഇല്ലാത്തത് 1 2 3 4 5 6 7 8 9 ഇല്ല. 12 ഇല്ല. 15 ഇല്ല. 9ഉം 12ഉം 15ഉം 17ഉം 26 അല്ലേ? ഓക്കെ. അപ്പം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ രണ്ടാമത്തെ കേസ് ഒന്ന് എടുത്തു നോക്കുക ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, കേസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈനിനെ കൺസിഡർ ചെയ്യുക. എന്നിട്ടോ ആ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മളെ സൈൻ സെന്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത് ചെക്ക് ചെയ്യുക. അപ്പം ഈ ഒരു വെർട്ടിക്കൽ ലൈനിനെ
റെപ്രസെന്റ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ നോക്കിയാട്ടെ, നമ്മളൊരു y ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്തെടുത്തു. y ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്, അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. പിന്നെയോ എവിടെയെല്ലാണോ y ഉള്ളത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്തു, y ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം എന്റെ u എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആണ്, v എന്ന് പറയുന്നത് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് y എവിടെയുള്ള കാണുന്നത് അവിടെയെല്ലാം എന്ത് ചെയ്തു, b എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാന്ന്. u is equal to sin x into cos hb and v is equal to cos x into sin hb. ഇതെവിടെ y ആയിരുന്നു, yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെയും y ആയിരുന്നു, ഇവിടെ എന്ത് ചെയ്തു, b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് എന്താ കിട്ടിയേ, യുയും വിയും സൈൻ എച്ച് കോസ് എച്ച് ബി, വി എന്ന് പറയുന്നത് കോസ് എക്സ് സൈൻ എച്ച് ബി എന്ന് കിട്ടി. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ കോസ് എച്ച് ബി എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ സൈൻ എച്ച് ബി എന്ന് പറയുന്നത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, യു എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് കോസ് എച്ച് ബി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് യു ബൈ കോസ് എച്ച് ബി ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ വി എന്ന് പറയുന്ന ഇക്വേഷന് ത്രൂ ഔട്ട് സൈൻ എച്ച് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വി ബൈ സൈൻ എച്ച് ബി ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. അപ്പം രണ്ട് ഇക്വേഷനാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടിയത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ, കമന്റ് ചെയ്താ നിങ്ങൾ. ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരത്തെ എന്താ ചെയ്തിട്ടായത്, അതിനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുക ചെയ്യുന്നത്. വേറെ വേറെ ഇക്വേഷൻ 1നെ വേറെയും ഇക്വേഷൻ 2നെ വേറെയും ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തെടുത്തു. അപ്പം എന്താ കിട്ടിയെന്ന് നോക്കിയാൽ, ഇക്വേഷൻ 1നെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുമ്പം യു സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എച്ച് ബി ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എച്ച് ബി ഈക്വൽ ടു എന്താ കിട്ടിയത്, കോസ് സ്ക്വയർ എക്സ് എന്നും കിട്ടി. അപ്പം രണ്ട് ഇക്വേഷനാണ് എനിക്കിപ്പോൾ കിട്ടിയത്, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എച്ച് ബി ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ആൻഡ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എച്ച് ബി ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് റൈറ്റ് ഭാഗത്ത് ഈക്വൽ ടു 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു റിസൾട്ട് ഉണ്ട്, ജനറൽ റിസൾട്ട് ആണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താ, അത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, റൈറ്റ് ഭാഗം ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് ഇക്വേഷനും ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആഡ് ചെയ്യാന്ന്. അതായത് ലെഫ്റ്റ് ഭാഗത്തിന് ലെഫ്റ്റ് ഭാഗം കൊണ്ട് ആഡ് ചെയ്തു, റൈറ്റ് ഭാഗത്തിന് റൈറ്റ് ഭാഗം കൊണ്ട് ആഡ് ചെയ്തു. അപ്പൊ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് എന്താ ഉള്ളത്, യു സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എച്ച് ബി ഉണ്ട്, റൈറ്റ് ഭാഗത്ത് വി സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എച്ച് ബി ഉണ്ട്. അപ്പൊ അതിനെ ജസ്റ്റ് ആഡ് ചെയ്യുമ്പം യു സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എച്ച് ബി ആൻഡ് എന്താ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എച്ച് ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ റൈറ്റ് ഭാഗം എന്താവുക, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, അത് നമുക്ക് 1 ആന്ന് പറയാം. അപ്പൊ എന്താ കിട്ടിയത് നോക്കിയാൽ നിങ്ങള്, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എച്ച് ബി പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എച്ച് ബി ഈക്വൽ ടു 1 കിട്ടി. അതെന്താ അത്, നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണെന്നറിയാം. അപ്പം ഇവിടെയും രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, നമ്മളെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനായ y ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു ലൈന് എങ്ങോട്ടേക്കാ സയൻസിന്റെ മാപ്പ് ചെയ്യുന്നത്, എലിപ്സിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. നേരത്തെ ഒരു ഹൈപ്പർ ബോളേന്റെ അകത്തേക്കാ മാപ്പ് ചെയ്തതെങ്കിൽ ഇവിടെ എന്താ ഹൊറിസോണ്ടൽ ലൈന എലിപ്സിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഹൊറിസോണ്ടൽ ലൈൻ എലിപ്സിലേക്കാ മാപ്പ് ചെയ്യുന്നതിലെ കാര്യം ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങൾ. ക്ലിയർ ആയിട്ടില്ലേ? രണ്ട് കുട്ടിക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയനോ? ഒന്ന് പറഞ്ഞാട്ടെ വേഗം.
ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഗർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, നോക്കിയാട്ടെ നിങ്ങള്. ഇതാ വേർട്ടിക്കൽ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ഒരു വേർട്ടിക്കൽ ലൈനാ ഹൈപ്പർ ബോളിന്റെ അകത്തേക്കാ മാപ്പ് ചെയ്യുന്നത്. ഇതാ ഇതൊരു വേർട്ടിക്കൽ ലൈൻ ആണ്, ഇതിനാ ഒരു ഹൈപ്പർ ബോളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഹൈപ്പർ ബോള എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഒരു, ഈ രണ്ട് സാധനവും കൂടി ചേർന്നതാണ് ഹൈപ്പർ ബോള. ഒറ്റക്കൊറ്റക്ക് വരുമ്പം അതൊരു പാരബോള ആയി പോകും. ഇതാണ് ഹൈപ്പർ ബോള, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന വേർട്ടിക്കൽ ലൈന് ഹൈപ്പർ ബോളേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ത് സ്ട്രിപ്പാ? രണ്ട് വേർട്ടിക്കൽ ലൈനിനിടയിലുള്ള ഒരു സ്ട്രിപ്പ്. നോക്കിയോട്ടെ, ഇതൊരു വേർട്ടിക്കൽ ലൈനാണ് എന്റേത്, അത് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു വേർട്ടിക്കൽ ലൈന്. ഇതൊരു എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നുള്ള വേറൊരു വേർട്ടിക്കൽ ലൈന്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള സ്മോൾ പോർഷനായി ഈ ഒരു സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഇമേജ് വരിക? എക്സ് ഇസ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഹൈപ്പർ ബോളയെ എടുക്കുക, അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ഹൈപ്പർ ബോളിയും കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന്റെ രണ്ടിന്റെയും നടുക്ക് വരുന്നതാ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ ആ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പിന്റെ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ നോക്കിയാട്ടെ, ഞാനൊരു ഹൊറിസോണ്ടൽ ലൈന് y ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ചൂസ് ചെയ്തു. അത് എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായത്? എലിപ്സിന്റെ അകത്തേക്ക്. നോക്കിയാട്ടെ, ഞാനിവിടെ ഒരു y ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈന് കൺസിഡർ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു എലിപ്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഒരു എക്സ് ഇസ് ഈക്വൽ ടു എയും വൈ ഇസ് ഈക്വൽ ടു എയും വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ നടുക്കുള്ള ആ റീജിയണിന്റെ ഇമേജ് എവിടെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ കാണുക? നോക്കിയാ, ഇത് വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈന്, ഇത് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന വേറൊരു ഹൊറിസോണ്ടൽ ലൈന്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു സ്ട്രിപ്പിന് അതിന്റെ ഇമേജ് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു എലിപ്സ് കൺസിഡർ ചെയ്യുക, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു എലിപ്സ് കൺസിഡർ ചെയ്യുക. അതിനുള്ളിലത്തെ ഈ ഒരു ആൻലർ റീജിയണിലേക്കാണ് എന്ത് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പിന്റെ ഇമേജ് മാപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിനോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? ഒന്ന് കമന്റ് ചെയ്താട്ടെ, എല്ലാവർക്കും ക്ലിയർ ആയിനോ എന്നുള്ള കാര്യം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ലിയർ ആയിനോ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് വേഗം പറയും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നേ. അപ്പൊ ഇത്രയും നമ്മൾ ഈ ഒരു സയൻസ് സെറ്റിന്റെ മാപ്പ് കൂടി കംപ്ലീറ്റ് ആയതോടെ നമ്മളെ ഈ ഒരു തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനിയോ നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്തു നോക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എന്താ കുറേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഓരോരോ പഠിച്ച ഓരോരോ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ എന്താ പറയാ ടൈപ്പ് പ്രോബ്ലംസ് കുറെ ഞാനിപ്പം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് വേറെയും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു ക്ലാസ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇനിയും കുറേ ടൈം ഉണ്ട്. തേർഡ് മൊഡ്യൂള് എല്ലാവരും തേർഡ് മൊഡ്യൂള് കവർ ചെയ്ത് വരുന്ന അത്ര. അപ്പം എനിക്ക് കുറച്ച് അധികം സമയമുണ്ട്. നമുക്ക് അന്നേരം കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തെല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടത്? ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, പിന്നെയോ അനലിറ്റിസിറ്റി, പിന്നെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ, പിന്നെ ഫിക്സ്ഡ് പോയിന്റ്, കൺഫോമൽ മാപ്പിംഗ്, പിന്നെ 2-3 ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ച മാപ്പായ e⁻Z, Z², 1/Z, സൈൻ Z. ഈ ഓരോ നമുക്ക് ചിലപ്പം എന്താ തരിക, ജസ്റ്റ് ഒരു ഫിഗറോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ എക്സ്പ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ ഫിഗർ ആയിരിക്കില്ല തരിക, ഫിഗറിന്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും തരിക. അപ്പൊ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്താന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുമായിരിക്കും.
അങ്ങനെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നാളത്തെ ക്ലാസ് കൊണ്ട് ഒരു 2-3 ക്ലാസ് എടുത്തിട്ട് അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീർക്കാൻ പറ്റുമോ നോക്കാം. അപ്പം തേർഡ് മൊഡ്യൂളിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ, എവിടെയെങ്കിലും കിട്ടാണ്ടുണ്ടോ, ഏതെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാവാണ്ടുണ്ടോ? ഇതിന്റെ നടുക്ക് എന്ത് ചെയ്യും, ഞാൻ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾ ഈ അസസ്മെന്റിന്റെ ഭാഗമായിട്ടാന്ന് വിചാരിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ മാർക്കിനെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് തന്നെ വരിക. പഠിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഒരാളോടെങ്കിലും ചോദിക്കും. എനിക്ക് തോന്നുന്ന പോലെ നിങ്ങൾ പഠിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് നിർത്തും. അതല്ല നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യനോ അല്ലെ ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് വരിക. നിങ്ങൾക്ക് പഠിച്ചു വരുമ്പം എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു 2-3 ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? ഈ ഒരു തേർഡ് മൊഡ്യൂള് പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസിഷൻ പറയാനുണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോടോ? എല്ലാരും ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഒന്നും കൂടി നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങിക്കളയണം. അതുകൊണ്ട് 2-3 പ്രാവശ്യം അറ്റൻഡൻസ് എടുക്കും. എനിക്ക് തൊട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒന്നും കൂടി അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1 കമന്റ് ചെയ്യേ. റോൾ നമ്പർ 1, 2, 3, 4, 4 ഇല്ല 5, 6, 7, 8, 9, 10, 9 ഇല്ല അല്ലേ, 10, 11, 12, 13, 14, 14 ഇല്ല, 15, 16, 17, 18, 19, 20, 21, 22, 23, 24,